ഹേ എവരിബഡി, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട ഹോണറ്റ് 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോഡലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മോഡലായിട്ട് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോണറ്റിൻ്റെ 2.0 ഈ വേർഷനിൽ ഇപ്പോൾ സ്ലിപ്പർ ക്ലച്ചോട് കൂടിയാണ് വരുന്നത്. ഹോണറ്റിന് മാത്രമല്ല 200Xനും സ്ലിപ്പർ ക്ലച്ചോട് കൂടിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആസ് ഓൾവേസ് ഡിസൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു പുതിയൊരു ഡിസൈനൊന്നും അല്ല, കാരണം നമ്മൾ കണ്ടിട്ടുള്ള ഹോണറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. എസ്പെഷ്യലി 2.0 വന്നപ്പോൾ ചെറിയൊരു കോസ്മെറ്റിക്സും സസ്പെൻഷനിലൊക്കെയാണ് ചേഞ്ച് വന്നിരുന്നത്. ആ ഡിസൈനായിട്ട് ഇപ്പോൾ ഈ സ്ലിപ്പർ ക്ലച്ച് വേർഷന് വ്യത്യാസമൊന്നുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആ ഒരു എഞ്ചിനിൽ സ്ലിപ്പർ ക്ലച്ച് എന്നുള്ള ആ ഒരു ഫീച്ചറും കൂടെ ആഡ് ചെയ്തതാണ് വണ്ടിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം. എന്നിരുന്നാലും നമുക്ക് ചുറ്റൊന്ന് നടന്നിട്ട് വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വണ്ടിയുടെ ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ദേ നമുക്ക് LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. വിൻഷീൽഡ് ആയിട്ട് ഒന്നുമില്ല, പകരം ഹോണ്ട എന്ന് എഴുതിയിട്ടുള്ള ചെറിയൊരു മീറ്റർ കൺസോളിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നൊരു ഭാഗമാണ്. അതിനടിയിലായിട്ട് നമുക്ക് നോർമൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ ഒരു മസ്കുലീൻ ലുക്ക് കൊടുക്കുന്നത് രണ്ട് ഘടകങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, അതിന്റെ ഹെഡ്ലൈറ്റിന്റെ ആ ഒരു ലേഔട്ട്, ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു ലുക്കിന്റെ ഒരു ലേഔട്ട് ഉണ്ട്. മാത്രമല്ല അതിന്റെ സസ്പെൻഷൻ കണ്ടില്ലേ, ഒരു ഗോൾഡൻ കളർ USD ഫോക്സ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് അടിപൊളിയാണ്. ഭയങ്കര ഒരു മോൺസ്റ്ററസ് ലുക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട്. മഡ്ഗാർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ABS എഴുതിയിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ നല്ല കട്ടൺ ക്രീസ് ഒക്കെ ഉള്ള ഒരു ഡിസൈനാണ് നമ്മുടെ മഡ്ഗാർഡിന് വന്നിട്ടുള്ളത്. അത്യാവശ്യം അതിന് ലെങ്ത്തും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എഞ്ചിൻ സൈഡിലേക്കൊക്കെ ചെറുതായിട്ടൊക്കെ ചെളി അടിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മഴക്കാലത്തൊക്കെ മെയിൻ്റനൻസ് വരും ക്ലീനിങ്ങിന്. സസ്പെൻഷൻ്റെ ബ്രാൻഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഷോവയുടെ സസ്പെൻഷനാണ് വരുന്നത്. വണ്ടിയുടെ ടയർ ആൻഡ് ബ്രേക്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 110 സെഷൻ ടയറാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. MRFന്റെ സാപ്പർ സീരീസ് ടയറാണ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. നിസിൻ കാലിപ്പേഴ്സോടുകൂടി വരുന്ന പെറ്റൽ ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ വെന്റിലേഷൻ ഹോൾസ് കാര്യങ്ങളൊക്കെ കാണാം. ബ്രേക്കിംഗ് അടിപൊളിയാണ്. അത് ഓടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഇതിൻ്റെ 276 mm ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. 110 സെഷൻ ടയർ ആയതുകൊണ്ട് തന്നെ ആ ഫ്രണ്ടിലത്തെ ആ ഒരു മാസ്കുലീൻ ലുക്കിന് ആ ടയറും ഒരു ഘടകം തന്നെയാണ്. കാരണം വീതിയുള്ള ടയർ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നല്ലൊരു ബൾക്കി ഫീൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്കിനി ടാങ്കിലേക്ക് വരാം. ഹോണറ്റ് 2.0 എന്നും ഹോണ്ട എന്നും ഒരു 3D എംബ്ലം പോലെ നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല കട്ടൺ ക്രീസ് കാര്യങ്ങളൊക്കെ ഉള്ള, നിങ്ങൾക്ക് ഈ ലുക്കിൽ തന്നെ കാണാം. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് സ്കൂപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് വരുന്നത്. അതും ഒരു ഉരുണ്ട ഒരു ഡിസൈനൊന്നുമല്ല, കട്ടൺ ക്രീസുകളും അതുപോലെ തന്നെ ഷോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അത്യാവശ്യം കിഡിലനായിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. സെൻറ്റർ പോർഷനിലായിട്ടാണ് നമുക്ക് ഫ്യൂൽ ലിഡ് വരുന്നത്. മാത്രമല്ല കീ സെറ്റ് വരുന്നത് നമുക്ക് ടാങ്കിൽ തന്നെയാണ്. ഹോണ്ടയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ പോർഷൻ മുന്നത്തെ ഹോണറ്റ്, ഫസ്റ്റ് ഹോണറ്റ് മുതൽ തന്നെ അവർ ബോഡി കളറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് നിർത്തിയിരുന്നത്. അത് നമുക്ക് ഇവിടെയും കാണാം. പിന്നെ ബേസിക് ആയിട്ടുള്ള വാർണിംഗ്സിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ടാങ്കിൽ വരുന്നത്. എസ്പെഷ്യലി ഡിസൈനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോണറ്റ് എന്നുള്ള ഒരു ടെക്സ്റ്റ് തന്നെയാണ് അതിന് മെയിൻ ആയിട്ടൊരു ഡിസൈൻ്റെ ഒരു ഘടകമായിട്ട് വരുന്നത്. 2-3 ഷെയ്ഡ്സിലുള്ള ടാങ്കാണ് ഈ ഒരു ബ്ലാക്ക് വണ്ടിക്ക് വരുന്നത്. ഗ്രേ കളർ സൈഡ് പോർഷനും അത്യാവശ്യം ഗ്ലോസി ആയിട്ടുള്ള ബ്ലാക്ക് പോർഷനും പിന്നെ ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പോർഷൻ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഈ സെൻറ്റർ പോർഷനും കമ്പനി വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് വരുമ്പോൾ എയർ സ്കൂപ്പ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ വണ്ടിക്ക് ക്രാഷ് ഗാർഡ് വന്നിട്ടുണ്ട്. അത് പക്ഷേ ആക്സസറി ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതാണ്, കമ്പനിയുടെ ഒപ്പം സ്റ്റോക്കായിട്ട് വരുന്നില്ല. അടിയിലായിട്ട് നമുക്ക് ഒരു എൻജിൻ ഗാർഡ് കൊടുത്തിരിക്കുന്നതും കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ല ക്വാളിറ്റിയിൽ മേക്ക് ചെയ്തിട്ടുള്ള ഒരു കേസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എഞ്ചിൻ്റെ കാണാം. എഞ്ചിൻ സ്പെസിഫിക്കേഷനിലേക്ക് നമുക്ക് വണ്ടി ഒന്ന് ചുറ്റി നടന്നിട്ട് നമുക്ക് വരാം. സൈഡ് പോർഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് കാണാം. അത്യാവശ്യം കുഷ്യൻ ഉണ്ട്, പക്ഷേ ഇന്നത്തെ ഒരു ഹാർഡർ സൈഡിലേക്കുള്ളതാണ് സീറ്റിൻ്റെ ഒരു കുഷ്യൻ വരുന്നത്. പില്ലിയൻ ആണെന്നുണ്ടെങ്കിലും സെയിം കുഷനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഹോണറ്റ് 2.0 സീറ്റ് ഹൈറ്റിലേക്ക് വരാം. 790 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം 5.4 ഒക്കെ ഹൈറ്റുള്ള ആൾക്കാർക്കും 5.3 ആണെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു പാർട്ടായിട്ടാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ കാണാൻ പറ്റും. അതും പ്ലെയിൻ ഒന്നുമല്ല, എല്ലാനും ഈ പറഞ്ഞ പോലെ ഷാർപ്പ് എഡ്ജുകളും ക്യാരക്ടർ ലൈൻസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫൂട്ട് റെസ്റ്റ് കാണാൻ സാധിക്കും. റബ്ബർ പാഡോട് കൂടിയുള്ള ഫൂട്ട് റെസ്റ്റ് ആണ്. അതേപോലെ തന്നെ ചെറിയതായിട്ടുള്ള ഒരു ലിവർ കാണാം ബ്രേക്സിൻ്റെ. നമ്മൾ മറ്റ് 150cc കാറ്റഗറിയായിട്ട് നോക്കുമ്പോൾ കുറച്ച് ചെറിയ രീതിയിലുള്ള ബ്രേക്ക് ലിവറാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് റിസർവോയർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബാക്കിൽ ഫൂട്ട് റെസ്റ്റ് വരുന്നത് ഇതാണ്. അത് ഫ്രെയിമിൽ നിന്നാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അതിനൊരു സ്റ്റീൽ ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്.
എക്സോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതിവിടെ എഞ്ചിൻ അടിയിലായിട്ടാണ് കാറ്റലിക് കൺവേർട്ടർ വരുന്നത്. അത്യാവശ്യം നല്ല സ്പോർട്ടി ലുക്ക് നൽകുന്ന ഒരു എക്സോസ്റ്റും അതിനായിട്ട് ഒരു ഗാർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. റിയർ പോർഷനിലേക്ക് വരുമ്പോൾ അതേ നമുക്ക് സസ്പെൻഷനിലേക്ക് വരാം. ഫ്രണ്ടിൽ USD ഫോക്സ് ആണെങ്കിൽ ബാക്കിൽ മോണോ സസ്പെൻഷൻ ആണ്, അതിൽ റെഡ് സ്പ്രിംഗ് ആണ് വന്നിട്ടുള്ളത്. ടയേഴ്സിലേക്ക് വരികയാണെങ്കിൽ 140 സെഷൻ ടയേഴ്സ് ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഫുൾ സെഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 17 ഇഞ്ചസിൻ്റെ ടയേഴ്സാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിലും ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്, പക്ഷേ ABS ഫ്രണ്ടിൽ മാത്രമേ കണക്ട് ആയിട്ടുള്ളൂ. ബാക്കിൽ വരുന്നത് നിസിൻ കാലിപ്പേഴ്സ് തന്നെയാണ്. 220mm ഡിസ്ക്കാണ് ബാക്കിൽ വരുന്നത്. അലോയ് വീൽസ് ആണ്. MRFന്റെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ സാപ്പർ സീരീസ് ടയേഴ്സ് തന്നെയാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ഇനി ടൈലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹോണ്ടന്റെ ഫേമസ് ആയിട്ടുള്ള എക്സ് ഷേപ്പിലെ ടൈലിട്ട് നമുക്ക് കാണാം. ഹോണ്ടയുടെ ഒരു ലോഗോ ഇവിടെ കാണാം. EVM ആണ് നമുക്ക് വണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ EVMന്റെ ഒരു ലോഗോയും അടിയിൽ നമ്പർ പ്ലേറ്റ് ഹോൾഡറും നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ മഡ് ഗാർഡ് കാണാം. എന്നാൽ നീട്ടം വണ്ടിക്ക് ഒരു കാഷ്വൽ ലുക്ക് അല്ല, സ്പോർട്ടി ലുക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ കാർബൺ ഫൈബറിന്റെ ഒക്കെ ഫിനിഷുകൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ LED ഇൻഡിക്കേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. അപ്പോൾ സീറ്റിന്റെ സൈഡിൽ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ് ഗ്രാബ് റെയിൽ. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. ഈ സൈഡ് പോർഷനിലാണെങ്കിലും ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ ആണ് വരുന്നത്. അത് ഈ ഒരു ഡിസൈനായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ തന്നെയാണ്. ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഈ ഒരു ബ്ലാക്ക് വണ്ടി ആണെങ്കിലും നമുക്ക് 3 കളർ കോമ്പിനേഷനാണ് ഈ വണ്ടിയിൽ വരുന്നത്. പ്യുവർ ബ്ലാക്ക് വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു റെഡ് ടച്ചും കൂടെ ഈ വണ്ടിക്ക് വരുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒരു ബോക്സ് ടൈപ്പ് സ്വിംഗ് ആർം നമുക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാണാം. സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലേഡീസിന് ചവിട്ടാനുള്ള ഫൂട്ട് റെസ്റ്റ് ഇല്ല. ഈ ഒരു സിംഗിൾ ടൈപ്പ് ഫൂട്ട് റെസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സെൻറ്റർ സ്റ്റാൻഡ് നമുക്ക് കാണാം, സൈഡ് സ്റ്റാൻഡ് കാണാം, ഗിയർ നോബ് കാണാം. സിംഗിൾ സൈഡ് ടൈപ്പ് ഗിയർ നോബാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ നമുക്ക് E20യുടെ സ്റ്റിക്കർ അവിടെ കാണാം. അതായത് എത്തനോൾ മിക്സിങ്ങിൻ്റെ ആ ഒരു കാര്യമാണ്. പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ഫ്യൂവൽസിൽ എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ ആഡ് ചെയ്ത് തുടങ്ങി തോന്നുന്നു 20% പെട്രോളിയത്തിൻ്റെ ഒപ്പം എത്തനോളുടെ മിക്സിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ ഈ വണ്ടിക്ക് കോമ്പാക്റ്റബിൾ ആണ് എന്നുള്ളതാണ് ആ പുതിയ വണ്ടികളിലെല്ലാം E20 എന്നുള്ള സ്റ്റിക്കർ വരാനായിട്ട് കാരണം. നമുക്കിനി അടുത്തത് മീറ്ററിലേക്കും അതേപോലെ തന്നെ ഹാൻഡിലേക്ക് വരാം. ഹാൻഡിലിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോണ്ട വണ്ടികളിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി മോട്ടോർ സൈക്കിൾസ് കണ്ടിട്ടുള്ള സെയിം ടൈപ്പ് ഹാൻഡിൽ ബാറും ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്വിച്ച് ക്വാളിറ്റിയും നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമുക്കിവിടെ പാസ് ലൈറ്റിൻ്റെ സ്വിച്ച് ഈ വശത്ത് കാണാം, ഹെഡ്ലൈറ്റ് കൺട്രോൾ, ഇൻഡിക്കേറ്റർ കൺട്രോൾ, അതേപോലെ ഹോൺ ഇവിടെയുണ്ട്. എൻജിൻ സ്വിച്ചും ഹസാർഡ് ലൈറ്റും പവർ സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള അതേ ഒരു ഷേപ്പ് തന്നെ ഹോണ്ടയുടെ വണ്ടികളിൽ വരുന്ന സ്കൂട്ടേഴ്സിൽ വരുന്ന അതേ ഷേപ്പൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ രീതിക്കും കൊടുത്തിട്ടുള്ളത്. അതിലൊന്നും നമുക്ക് പുതുമ പറയാനില്ല. മാസ്റ്റർ സിലിണ്ടർ നമുക്ക് ഹാൻഡിലിൽ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് ഇതിനടുത്തൊന്ന് മീറ്റർ ഓൺ ആക്കി നോക്കാം. അപ്പോൾ ഇഗ്നീഷൻ ഓൺ ആക്കുമ്പോൾ ഈ രീതിയിലാണ് മീറ്റർ ഓൺ ആയി വരുന്നത്. നമുക്ക് മുകളിലായിട്ട് RPM മീറ്റർ കാണാം, സ്പീഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലോക്ക് ഇവിടെയുണ്ട്, എത്ര കിലോമീറ്റർ ഓടി, ഫ്യൂവലിൻ്റെ ഭാഗം ഇവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ ഗിയർ പൊസിഷൻ കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് 2 സൈഡിലായിട്ടാണ് വരുന്നത്. അടിയിൽ ഈ ഒരു വശത്താണ് വാർണിംഗ് സെഷൻ, സൈഡ് സ്റ്റാൻഡ് വാർണിംഗ്, ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീം വാർണിംഗ്, ABS വാർണിംഗ്, ന്യൂട്രൽ വാർണിംഗ്, FIയുടെ വാർണിംഗ്, പിന്നെ മോഡും റീസെറ്റ് സ്വിച്ചും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച് അമർത്തുമ്പോൾ ഫസ്റ്റ് ട്രിപ്പ് A കാണാം, ട്രിപ്പ് B കാണാം, അതേപോലെ തന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് കാണാം, തിരിച്ച് ഓഡോമീറ്റർ. ഇതിപ്പോൾ ജസ്റ്റ് 4 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള വണ്ടിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട് ഓൾ ചുറ്റി നടന്നിട്ടുള്ളത്. ഈ വണ്ടിക്ക് വരുന്നത് എല്ലാവരും തന്നെ LED ലൈറ്റ്സ് ആണ്. ഹെഡ്ലൈറ്റ് LED ആണ്, ഇൻഡിക്കേറ്റർ LED ആണ്, ടെയിൽ ലൈറ്റ് LED ആണ്. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും വണ്ടിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് വിത്ത് സ്ലിപ്പർ ക്ലച്ച്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വണ്ടി ഓടിച്ചിട്ടാണ് പറയേണ്ടത്. അതിനു മുന്നേ വണ്ടിയുടെ ബാക്കിയുള്ള കുറച്ച് സ്പെസിഫിക്കേഷനും ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടമായ കാര്യവും ഇഷ്ടമാവാത്ത കാര്യവും കൂടെ ഞാൻ പറയാം. ഹോണറ്റ് 2.0ക്ക് വരുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 167 mm ആണ്. അതേപോലെ തന്നെ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 142 കിലോ മാത്രമാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിനും ആ ഒരു വെയിറ്റും വെച്ച് നോക്കുമ്പോൾ വണ്ടി അത്യാവശ്യം നല്ല റിഫൈൻഡും നല്ല പവർഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 12 liters ആണ്. അടുത്തതായിട്ട് നമുക്ക് ഹോണറ്റ് 2.0യുടെ എഞ്ചിനെ കുറിച്ച് പറയാം. അപ്പോൾ ഹോണറ്റ് 2.0ക്ക് വരുന്നത് ഒരു 184 cc സിംഗിൾ സിലിണ്ടർ ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടി വരുന്ന 5 സ്പീഡ് ഗിയർ ബോക്സ് എഞ്ചിനാണ്. ഇതിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 13 PS പവറും ഏകദേശം 16 റൗണ്ടിൽ നമുക്ക് 16 Nm ടോർക്കാണ് വണ്ടിക്ക് വരുന്നത്. അതിൽ ടോർക്ക് നമുക്ക് 6000 RPMലും മാക്സിമം പവർ നമുക്ക് 8500 RPMലാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡ് കയറിപ്പോൾ വന്നിരിക്കും പവർ ഔട്ട്പുട്ട് വരുന്നത് 8500 RPM എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹൈ RPMലേക്കാണ്. എന്നിരുന്നാൽ പോലും 6000 RPMൽ ടോർക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് അതും അത്യാവശ്യം 15.9 ആണ് ബൈ പേപ്പേഴ്സ്. നല്ല ഞാൻ റൗണ്ട് ചെയ്ത് 16 എന്ന് പറഞ്ഞതാണ്. അത്രയും PS 6000 RPM കിട്ടുമ്പോൾ അത്യാവശ്യം സിറ്റി റൈഡ്സിനൊക്കെ അടിപൊളി പെർഫോമൻസ് വരുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ ഹോണറ്റ് 2.0യുടേത്. ഇനിയിപ്പോൾ ഹോണറ്റ് 2.0യിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം.
USD ഫോക്സ് ഒരു കിടിലനായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഒപ്പം നല്ല പ്രീമിയം ലുക്കും നമുക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എഞ്ചിൻ സൈഡ്. 180cc എഞ്ചിൻ 140 കിലോ വണ്ടിയിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കറിയാം. മിഡ് റേഞ്ചിൽ കിടിലനായിട്ടുള്ള ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതാണ് എനിക്ക് രണ്ടാമത് ഇഷ്ടമായിട്ടുള്ള കാര്യം. ഇതൊക്കെയായിരുന്നു എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട പോയിന്റ്സ്. ഇനി ഹോണറ്റ് 2.0 എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ 150 അല്ലെങ്കിൽ 180 കാറ്റഗറി വണ്ടികളെക്കാളും കുറച്ച് പ്രീമിയത്തിലായിരിക്കും വണ്ടിയുടെ പ്രൈസിങ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിങ് ആണ്. ഹോണ്ട ഓൾവേസ് കുറച്ച് പ്രീമിയത്തിലായിരിക്കും കൊണ്ട് വണ്ടി പ്ലേസ് ചെയ്യുക. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മീറ്റർ കൺസോളിലെ ഫീച്ചേഴ്സ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ കൺസംഷൻ കാര്യങ്ങളുടെയൊക്കെ കറൻ്റ് കിട്ടുന്ന മൈലേജ് കാര്യങ്ങളൊക്കെ കാണിച്ച് ഉള്ള മീറ്റേഴ്സ് നമ്മുടെ ഇപ്പം ഇന്ന് മാർക്കറ്റിലെ വണ്ടികളിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ വണ്ടിയിൽ എപ്പോഴും ഫ്യൂവലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോ ഡാറ്റാസോ കാര്യങ്ങളോ ഒന്നും ഷോ ചെയ്യുന്നില്ല എന്നുള്ളതും എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യമാണ്. പിന്നെ വണ്ടിക്ക് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്, ഡ്യുവൽ ചാനൽ വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഫീച്ചേഴ്സ് വൈസ് ഇല്ലാണ്ട് അതേപോലെ ഈ വണ്ടിയെടുത്ത് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ. പക്ഷേ ബാക്കിയുള്ള ഓവറോൾ ഒരു പാക്കേജ് ആയിട്ട് നോക്കുന്ന സമയത്ത് വണ്ടിയുടെ ലുക്സ്, പെർഫോമൻസ്, അത്യാവശ്യം ഡെയിലി യൂസിനായിട്ട് ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടി അടിപൊളി തന്നെയാണ്. പ്രൈസിങ് കാര്യങ്ങൾ എനിക്ക് ഇതുവരെ അറിയില്ല, ഞാൻ ഒന്നോട് പറയുന്നു. ഷോറൂമിൽ പോയിട്ട് അതിൻ്റെ പ്രൈസ് കൊടുത്ത് കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളതൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇത്രയുമായിരുന്നു ഓവറോളായിട്ട് വണ്ടി ചുറ്റും നടന്നും വണ്ടിയുടെ എഞ്ചിൻ വൈസും സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സ് വൈസൊക്കെ നമ്മളൊക്കെ പറയാനുള്ളത്. ഇനി അടുത്തത് അറിയേണ്ടത് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വണ്ടി കയറി ഇരുന്നിട്ട് സീറ്റ് ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി വണ്ടി ഒന്ന് കയറിയിരിക്കാം. അപ്പോൾ ഹോണറ്റ് 2.0 ഒരു 5.4 ഹൈറ്റുള്ള ഞാൻ കയറി ഇരുന്ന് കഴിയുമ്പോൾ അത്യാവശ്യം പ്ലാന്റഡ് ഫുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കണം, എന്നിട്ട് പോലും നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ഈ ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തായിട്ട് വണ്ടി ഒന്ന് ഓണാക്കി വെക്കാം. അപ്പം എഞ്ചിൻ കിൽ സ്വിച്ച് ഓണാക്കി. വൺ ടച്ച് സ്റ്റാർട്ടല്ല, നമ്മൾ നോർമലി ഉള്ളൊരു സ്റ്റാർട്ടിങ് തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ക്ലച്ചിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്. ഭയങ്കര ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ്. കാരണം അതൊരു ക്ലച്ചാണ് പിടിക്കണമെന്നുള്ള ഒരു ടൈറ്റ് ഒന്നും തന്നെ വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. സസ്പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ USD ഫോക്സ് ആയതുകൊണ്ട് അറിയാമല്ലോ, ഫ്രണ്ടിൽ അത്യാവശ്യം ഹാർഡർ സൈഡ് ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. ഫ്രണ്ടിൽ അത്യാവശ്യം ഹാർഡാണ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ റബ്ബറൈസ് റോഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു കാണാൻ ട്രാഫിക് കൂടിയാണ് ഓടുന്നത്. എന്നിട്ട് പോലും ഇപ്പോൾ തേർഡ് ഗിയറിൽ ഒരു 26 പോകണമെന്നുണ്ടെങ്കിലും എഞ്ചിനടി കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ക ഒരു സിറ്റിയിൽ ഓടിക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് നമുക്ക് ഹോണറ്റ് 2.0 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പെർഫോമൻസ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. തേർഡിൽ ഞാൻ കൈ കൊടുക്കുവാണ്, കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിലുള്ള പുള്ള് ചെയ്യാനുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യവും എടുത്ത് പറയേണ്ടതാണ്. സിംഗിൾ ചാനൽ ABS ആണ്. അത് തന്നെ നമുക്ക് പിടിക്കുന്ന സമയത്ത് അത്യാവശ്യം ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ സ്റ്റിഫ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി പോകുന്നൊരു ഫീലില്ല. എന്നാൽ നല്ല രീതിയിലുള്ളൊരു ബ്രേക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീറ്റ് ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു ഹാർഡർ സൈഡാണ് ഇരിക്കുന്ന സമയത്ത്. മിറേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് കാണാം എന്ന് മാത്രം. ഫുള്ളായിട്ടുള്ളൊരു വിസിബിലിറ്റി ഒന്നും നമുക്ക് അവകാശപ്പെടാനായിട്ടില്ല. ഗിയർ നല്ല സ്ലിക്കാണ്. ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റി റൈഡ്സിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് താങ്ങുമ്പോഴൊന്നും കൈ വേണ്ടിക്കേണ്ട ഒരു പ്രശ്നമേ ഇവിടെ ഉദിക്കുന്നില്ല. നല്ല രീതിയിലുള്ള ഒരു ടേണിംഗ് റേഡിയസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം ടൂറ് പോകാനും ഈ സിറ്റി ഡ്രൈവിനും പറ്റിയൊരു ബെസ്റ്റ് വണ്ടിയാണ്. കൈ കൊടുക്കുന്ന സമയത്ത് അവിടെ കണ്ടില്ലേ പവറുണ്ട്, എന്നാൽ ബ്രേക്കും അടിപൊളി തന്നെയാണ്. അപ്പോൾ ഓവറോളായിട്ടൊരു പാക്കേജായിട്ട് നോക്കുമ്പോൾ ഒരു സിറ്റി യൂസ് ഉള്ള ഒരാൾക്ക് പറ്റിയൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട 2.0 എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് കുറച്ചൊന്ന് ഓടിയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയേക്കാണ്. വല്ല വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെയോ റണ്ണിങ് ടൈമിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. വലിയ രീതിയിലുള്ള വൈബ്രേഷൻസ് നമുക്ക് മീറ്ററിലോ അല്ലെങ്കിൽ മിററിലോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ കൈ വെക്കുന്ന സമയത്ത് ടാങ്കിൽ കുറച്ചേശ്ശെ നമുക്ക് ടാങ്കിൽ ചെറുതായിട്ട് നമുക്ക് വൈബ്രേഷൻ അറിയാൻ സാധിക്കുന്നുണ്ട്. ഫുഡ് പേ കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്, നമുക്ക് ഡിസ്കംഫർട്ടൊന്നും തരുന്നില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ ഹോണറ്റ് 2.0 കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യുക കൂടുതലും സിറ്റി ഡ്രൈവ് ഉള്ളവർക്കായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്ന സസ്പെൻഷൻ USD ആയതുകൊണ്ട് സ്റ്റിഫർ സൈഡായിട്ടുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ബാക്കിലുള്ള മോണോയും അത്ര സോഫ്റ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബ്രേക്ക് അടിപൊളിയാണ്. ഫ്രണ്ടിലത്തെ ABS ആയതുകൊണ്ട് ബാക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കമ്പനി സിംഗിൾ സൈഡേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഉള്ളത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പഞ്ചായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക് പിടിക്കാം. പവർ ഫിഗേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മിഡ് റേഞ്ച് അടിപൊളിയായിട്ട് ടോർക്ക് ഡെലിവറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റി ട്രാഫിക് കിടന്ന് ഓവർടേക്ക് ചെയ്ത് പോകണമെങ്കിലും കാര്യങ്ങളൊക്കെ കൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോർക്ക് പുള്ളുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റി യൂസിനാണ് അത് കൂടുതലും പ്രിഫർ ചെയ്യുക. സിറ്റി യൂസിന് ഓക്കെയാണ്, കാരണം നമ്മുടെ ആ ഒരു ബാക്ക് വശത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും തന്നെ ടച്ച് ചെയ്തിരിപ്പുണ്ട്. പക്ഷേ ലോങ് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല കംഫർട്ടബിൾ ആയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ കുറച്ച് ഓടിയപ്പോൾ തന്നെ ഈ ട്രാഫിക് കിടന്നപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് മൂഡ് പെയിൻ വരുന്നുണ്ട്, ചെറുതായിട്ട് ഉള്ളൂ, പക്ഷേ എന്നിരുന്നാലും വരുന്നുണ്ട്. അപ്പോൾ അത് ഹൈവേ കൂടുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിറ്റി യൂസ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഹോണ്ട 2.0 എന്ന് പറയുന്നത്. വിത്ത് സ്ലിപ്പർ ക്ലച്ചാണ്. നമുക്ക് ഇനിയിപ്പോൾ ഫാസ്റ്റായിട്ട് ഇനി ഡൗൺ ഷിഫ്റ്റ് ചെയ്താലും വണ്ടി ബാക്ക് വീല് ലോക്കാവുന്ന ഇഷ്യൂ ഒന്നും പേടിക്കേണ്ടതില്ല. അപ്പോൾ ഇതായിരുന്നു ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഹോണ്ട 2.0ൻ്റെ. അപ്പോൾ നമ്മൾ തിരിച്ച് EVM എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയായിട്ട് കാണാൻ. അതിലേക്കും ദിസ് ഈസ് യുവർ രാഹുൽ സൈനിങ് ഓഫ്. ബൈ ബൈ.